വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഉൾപ്പെടുത്തിയ ധനബില്ല് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. നികുതി ഇളവിലെ സർക്കാരിന്റെ പുകമറ മദ്യക്കമ്പനിയുടെ ആവശ്യം അംഗീകരിക്കാനുള്ള പിണറായി വിജയൻ. ദേശാഭിമാനി എഡിറ്റോറിയലിലായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. വിനയ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വിനയ, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടും അതൊന്നും വകവെക്കാതെ ഈ ബില്ലുമായി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. എന്തായാലും ബില്ല് ഇന്ന് നിയമസഭയിലേക്ക് എത്തുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും ആര്യ, നിയമസഭയിൽ ഇന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഉൾപ്പെടുത്തിയ ധനബില്ല് അവതരിപ്പിക്കാനിരിക്കെയാണ് ഇപ്പോൾ ദേശാഭിമാനിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഏറ്റ ആദ്യ ബജറ്റ് വമ്പൻ അഴിമതിക്കും കോർപ്പറേറ്റ് കൊള്ളയ്ക്കും വഴിയൊരുക്കുന്ന പ്രതിപക്ഷ നിരീക്ഷണം ശരിവെക്കുന്ന വാർത്തകളാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കൂടാതെ തന്നെ ഈ യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മൂന്നാം നാൾ അതായത് 21-നും സെക്രട്ടേറിയറ്റിൽ അഴിമതിയുടെ ആദ്യ ഫയൽ അസാധാരണമായ രീതിയിൽ സജീവമായി എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് വികസനത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ ജനക്ഷേമപരമായിട്ടുള്ള അടിയന്തര പ്രാധാന്യമായിട്ടുള്ള ഫയലുകളായിരുന്നില്ല മറിച്ച് ഈ ബക്കാടി എന്ന സ്വകാര്യ കമ്പനിക്ക് കോടികളുടെ നികുതി ഇളവ് നൽകാനുള്ള ഗൂഢനീക്കമായിരുന്നു ആ ഫയൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിക്കുന്നത്. ഈ ഫയൽ തന്നെ, ഈ മദ്യത്തിന് ഇളവ് നൽകുന്ന ഫയൽ, അത് 2023-ൽ LDF സർക്കാർ ജനതാൽപര്യം മുൻനിർത്തി മാറ്റിവെച്ച അതേ ഫയലാണ് ഇപ്പോൾ UDF സർക്കാർ വന്നതോടെ പൊടി തട്ടിയെടുക്കുന്നത് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ബക്കാടിക്ക് വേണ്ടി ഈ ഫയൽ മുഖ്യമന്ത്രി VD സതീശന്റെ മേശപ്പുറത്തെത്തിയത് 2.5 മണിക്കൂർ കൊണ്ടാണെന്നും പെട്ടെന്നാണ് അതിൽ പിന്നീട് ഒരു നടപടി ഉണ്ടായതെന്നുമാണ് പിണറായി വിജയൻ വിമർശിക്കുന്നത്. ഇതൊരു സാധാരണമായിട്ടുള്ള ഭരണ നടപടിയല്ല, മറിച്ച് സർക്കാരിന് നികുതി നഷ്ടത്തിനും മദ്യക്കമ്പനിക്ക് കോടികളുടെ ലാഭത്തിനും ഉതകുന്ന ആസൂത്രണമായിട്ടുള്ളൊരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം തന്നെ വേരുകൾ എവിടേക്കാണ് നീളുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഭീമമായിട്ടുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ബക്കാടിയുമായുള്ള ഡീല് അത് പാലിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ശ്രമിച്ചതെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കൂടാതെ തന്നെ ഈ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉയർന്ന നികുതി ഏർപ്പെടുത്തുന്നത്. എന്നാൽ മദ്യ മുതലാളിമാർക്ക് കോടികളുടെ നികുതി ഇളവ് നൽകി മദ്യമൊഴുക്കുന്നത് സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെയും ഈ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന കാര്യം അത് UDF-ൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് നിയമമായ ശേഷം ഇന്നിപ്പോൾ ബില്ല് സഭയിൽ അവതരിപ്പിക്കുകയാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ നിയമമായി കഴിഞ്ഞാൽ അതിനുശേഷം UDF-ൽ യോഗം ചേർന്നിട്ട് എന്ത് കാര്യമാണ് എന്നൊരു ചോദ്യം കൂടി പിണറായി വിജയൻ ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് ഇത് നിയമമായി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഉത്തരവ് മൂലം മരവിപ്പിക്കാൻ പോലും കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ദേശാഭിമാനിയിൽ പറയുന്ന അല്ലെങ്കിൽ ലേഖനത്തിൽ വിശദമാക്കുന്നത്. മദ്യമൊഴുക്കാൻ നികുതി ഇളവ് എന്ന തലക്കെട്ടിലാണ് ഈ ഒരു ലേഖനമുള്ളത്. അതിലാണ് അദ്ദേഹം ഈ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം നൽകുന്നത്. ഈ മദ്യം വില കുറച്ച് നൽകാനാണോ സർക്കാരിന്റെ മുൻഗണന, ഈ UDF സർക്കാരിന്റെ മുൻഗണന എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പഴങ്ങളിൽ നിന്ന് മദ്യമുണ്ടാക്കാൻ ചെറുകിട മേഖലയെ അനുവദിക്കുക എന്നതായിരുന്നു വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലുള്ള LDF സർക്കാരിന്റെ സമീപനം. പക്ഷെ UDF സർക്കാരിന്റെ സമീപനം അത് മറിച്ചാണ്. അത് മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു ശ്രമം, അതാണ് UDF സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ കർഷകരെ സഹായിക്കാനായി ചക്ക, കശുമാങ്ങ എന്നിവയിൽ നിന്നും മറ്റ് പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം അല്ലെങ്കിൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അത് മറയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ UDF സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയല്ല, മറിച്ച് ഈ സ്വകാര്യ കമ്പനികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ വഴിവിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത്. ഇത്തരത്തിൽ ഈ നികുതി ഇളവ് നൽകുന്നതിനെതിരെ ഈ വിമർശനം
വിമർശനമടക്കം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഒരു വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഈ എക്സൈസ് അതായത് എം ലിജു അടക്കം ഉള്ള മന്ത്രി എം ലിജു ഒന്നും തന്നെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അതിലെല്ലാം തന്നെ വിമർശനം ഉയർന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്വമേധയാ എടുത്തൊരു തീരുമാനം എന്ന രീതിയിലെല്ലാം തന്നെ വിമർശനം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബില്ല് ഇപ്പോൾ മദ്യനികുതി ഇളവ് നൽകുന്നത് ഇപ്പോൾ സഭയിൽ വരുന്നത്. അതെല്ലാം തന്നെ എന്തായാലും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഉൾപ്പെടുത്തിയ ബില്ല് ഇന്നിപ്പോൾ സഭയിൽ വരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശരി, വിനയയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.